ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന റോയുടെ വ്യൂവർഷിപ്പുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ആഴ്ച ഇന്ന് 1,00,000 വ്യൂവർഷിപ്പിൻ്റെ കൂടുതലുണ്ട് ഈ ആഴ്ചത്തെ എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ ആദ്യം നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 1.46 മില്യണാണ്. ഇപ്രാവശ്യം അത് 1.56 മില്യണായിട്ട് കൂടിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചത്തെ റോ എപ്പിസോഡിൽ CM ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യത്തെ റോ എപ്പിസോഡിൽ CM ഇല്ലായിരുന്നു. എന്നിട്ട് പോലും കഴിഞ്ഞ ആഴ്ചത്തെ റോ എപ്പിസോഡിന് 1.4 മില്യൺ, ഇപ്രാവശ്യത്തെ 1.56 മില്യണുമാണ്. എന്നാലും ഇത് കണ്ടിട്ട് എനിക്ക് വന്ന് ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഷോയുടെ റേറ്റിംഗ് കൂടണമെന്നില്ല. എനിക്കൊന്ന് ഫാൻസിന് ഈ ഒരു ഷോ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കാണും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ റോ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ റോ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. R2ത്തിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് പൊളിയായിരുന്നു. അതുപോലെ തന്നെ വേറെ കുറേ മാച്ച് ഉണ്ടായിരുന്നു, അതെല്ലാം മികച്ചായിരുന്നു. സോ നല്ലൊരു റോ എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷെറൽ ഫ്ലെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഷെറൽ ഫ്ലെയറുടെ കോൺട്രാക്ട് ഇപ്പോൾ WWE എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് പുതിയ കോൺട്രാക്ട് ഒന്നും ഷെറൽ ഫ്ലെയറിന് WWE കൊടുത്തില്ല, പക്ഷേ ഉള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ആ ഒരു പരിക്കൊക്കെ ഉണ്ട്, ആ ഒരു പരിക്കിൻ്റെ 9 മാസം അല്ലെങ്കിൽ 1 വർഷം എടുത്തുകൊണ്ട് WWE ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു. സോ തിരിച്ചു വന്നാലും ആ ഒരു എടുത്ത 1 വർഷം ആ ഒരു കോൺട്രാക്റ്റിൽ തന്നെ കിടക്കും. സോ 1 വർഷം ആ ഒരു സെയിം കോൺട്രാക്റ്റിൽ തന്നെ ഷെറൽ ഫ്ലെയർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഷെറൽ ഫ്ലെയർ കുറച്ച് ആളുകൊണ്ട് കുറച്ച് ഹൈപ്പ് കുറച്ചാണ് WWE കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് അത് തോന്നിയെങ്കിൽ പറയുക. ഒരുപക്ഷെ ഒരു 12-13 തവണയൊക്കെ ചാമ്പ്യൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. ഇനി അവർ ചാമ്പ്യൻഷിപ്പൊക്കെ വിജയിച്ച് റിക് ഫ്ലെയറിൻ്റെയും ജോൺസണിയുടെ എല്ലാം റെക്കോർഡ് തകർക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ WWE കുറച്ച് ഹൈപ്പ് കുറച്ച് കാണിക്കുന്നത്. അതായത് ചാമ്പ്യൻഷിപ്പ് മാച്ചിലൊക്കെ ഇട്ടാലും അതൊന്നും വിജയിക്കുന്നില്ല. നേരത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അതങ്ങ് വിജയിക്കുകയാണ് ഷെറൽ ഫ്ലെയർ. സോ ഇപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. സോ എനിക്ക് തോന്നുന്നു WWE ഇനിയും അധികം ചാമ്പ്യൻഷിപ്പൊന്നും ഷെറൽ ഫ്ലെയറിന് കൊടുക്കില്ല എന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബെക്കി ലിഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. നമുക്കറിയാം കുറേ സൂപ്പർ സ്റ്റാർസിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. സെത്ത് റോളിൻസ്, ബെക്കി ലിഞ്ച്, ഡ്രൂ മക്കിൻഡിയർ, അങ്ങനെയുള്ള കുറേ സൂപ്പർ സ്റ്റാറിൻ്റെ കോൺട്രാക്റ്റ് അടുത്ത വർഷത്തോടെ അവസാനിക്കും, അത് തുടക്കത്തോടെ അവസാനിക്കും. സോ അവർ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. നമുക്കറിയാം ഡ്രൂ മക്കിൻഡിയറിൻ്റെ കാര്യമുള്ളൂ വലിയ സംശയം. സെത്ത് റോളിൻസും ബെക്കി ലിഞ്ചും ഒക്കെ ഉറപ്പായിട്ട് സൈൻ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ബെക്കി ലിഞ്ചിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് താൻ റെസ്ലിംഗിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ആ WWE നിന്നായിരിക്കും. എന്തായാലും ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അതായത് ബെക്കി ലിഞ്ച് എങ്ങും പോകുന്നില്ല, അവർ റിട്ടയർ ചെയ്യുന്നതിന് WWE നിന്നായെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ അത്രത്തോളം WWE അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, അവരൊരു ഹോം പോലെയാണ് അവർ WWE കാണുന്നതെന്ന് പറയുന്നുണ്ട്. സോ ഉറപ്പാണ് ബെക്കി ലിഞ്ച് ആ ഒരു കോൺട്രാക്റ്റ് വീണ്ടും റീസൈൻ ചെയ്യുമെന്ന്. എന്നാലും സെത്ത് റോളിൻസും അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ കൂടിയാണ്. പിന്നെ ഡ്രൂ മക്കിൻഡിയറിൻ്റെ കാര്യത്തേ ഉള്ളൂ വലിയൊരു സംശയം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് MJF കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. ഇന്നലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് MJF ഇതുവരെ WWE കോൺട്രാക്ട് സൈൻ ചെയ്ത് WWE അല്ല AEWയുടെ കോൺട്രാക്ട് അദ്ദേഹം ഇതുവരെ റിസൈൻ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്തായാലും അതിന് മുമ്പ് തന്നെ വേറെ കുറേ റൂമറുകൾ വന്നിരുന്നു. അതായത് അദ്ദേഹം ഓൾറെഡി കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു. ഇപ്പോൾ ചുമ്മാതെ വരയ്ക്കുന്ന റൂമറാണ് അദ്ദേഹം അതായത് AEWയുടെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞു അദ്ദേഹം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇതിനെ തുടർന്ന് ഇപ്പോൾ ഒരു ഫ്രീ ഏജൻ്റ് ആകാൻ പോവുകയാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രിപ്പിൾ എച്ചിന് അദ്ദേഹത്തിന് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ട്രിപ്പിൾ എച്ചിന് അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഓഫർ MJFന് ഇപ്പോൾ ട്രിപ്പിൾ എച്ച് നൽകാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും എത്ര വലിയ കോൺട്രാക്ട് കൊടുത്താലും MJF WWE സൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും MJF ഉറപ്പായിട്ട് വരും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം അദ്ദേഹം AEWയുടെ ഫേസ് ഓഫ് ദ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. Day 1 കൺഫേം ചെയ്തൊരു മാച്ചാണ് ഡ്രൂ മക്കിൻഡിയറും അതുപോലെ തന്നെ സെത്ത് റോളിൻസും തമ്മിലുള്ള മാച്ച്. എന്തായാലും ഈ ഒരു മാച്ചിൽ സെത്ത് റോളിൻസ് പരാജയപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഡ്രൂ മക്കിൻഡിയർ ഇപ്പോൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ മാച്ചും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചോട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു മാച്ചിൽ ചിലപ്പോൾ ഡ്രൂ മക്കിൻഡിയർ വിജയിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. ഒരു പക്ഷേ ഈ ഒരു മാച്ചിൽ ഡ്രൂ മക്കിൻഡിയർ പരാജയപ്പെട്ടാൽ അതെന്തെങ്കിലും ഇൻ്റർഫിയറൻസ് കൊണ്ട് മാത്രമായിരിക്കും ഇതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് നമുക്കറിയാം സാമി സെയിൻ ഇഞ്ചുറി വരാൻ കാരണം ഡ്രൂ മക്കിൻഡിയറാണ്. അതുകൊണ്ട് തന്നെ Day 1 സാമി സെയിൻ വന്ന് ഇൻറ്ററപ്റ്റ് ചെയ്ത് ഈ ഒരു മാച്ച് ഡ്രൂ മക്കിൻഡിയർ പരാജയപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മാച്ച് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഡ്രൂ മക്കിൻഡിയർ ആണെന്നാണ് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. പിന്നെ നമുക്കറിയാം CM സെത്ത് റോളിൻസും തമ്മിലുള്ള മാച്ച് റെസ്ൽമേനിയയിലേക്കുണ്ട്. അതൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ആ ഒരു മാച്ച് അതായത് ആ ഒരു മാച്ച് ചാമ്പ്യൻഷിപ്പ് മാച്ച് അല്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. അതൊരു സിംഗിൾസ് മാച്ച് ആണെങ്കിലും ഒരു പ്രശ്നം തന്നെയില്ല. എന്തായാലും ഇപ്പോൾ സെത്ത് റോളിൻസ് പരാജയപ്പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഡ്രൂ മക്കിൻഡിയർ ഇപ്പോൾ വിജയിച്ചത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം അദ്ദേഹം കുറേ നാളായിട്ട് കുറച്ച് പുറകിലോട്ട് നിൽക്കുകയാണ്. WWE അദ്ദേഹത്തെ ഒരു തഴഞ്ഞ മട്ടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ WWE ചാൻസുകളൊക്കെ ഡ്രൂ മക്കിൻഡിയറിന് വീണ്ടും കൊടുക്കുന്നുണ്ട്. അത് Day 1 തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ഡ്രൂ മക്കിൻഡിയർ ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കണ്ടറിയാം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പെട്ടെന്ന് ഇൻ്റർചേഞ്ച് ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ സെത്ത് റോളിൻസിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പോകുന്നില്ല. സോ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ നടക്കുന്നതെന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗൂലിയ എന്ന് പറയുന്ന ഒരു NJPW സൂപ്പർ സ്റ്റാറിൻ്റെ സർപ്രൈസ് റിട്ടേൺ റോയൽ റംബിൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഈ ഒരു സൂപ്പർ സ്റ്റാറുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ വലിയ റൂമറാണ്. നമുക്കറിയാം റോയൽ റംബിൾ, അത് വുമൺസ് റോയൽ റംബിളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയും കുറച്ച് സർപ്രൈസുകളൊക്കെ വേണം.
സോ ഗൂലിയ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 2 മാസം കൊണ്ട് കേൾക്കുന്ന റൂമറാണ്. സോ നമുക്കറിയാം ഇപ്പോൾ റൂമർ കേൾക്കുന്നതൊക്കെ സത്യമാവുകയാണ്. നേരത്തെ പോലല്ല. നേരത്തെ ഒരു 100 റൂമർ കേട്ടാൽ 10 എണ്ണമാണ് ശരിയാവുന്നത്. ഇപ്പോൾ 100 റൂമർ കേട്ടാൽ 10-75 എണ്ണം ഒക്കെ ശരിയാണ്. എന്തായാലും മിക്കവാറും വലിയ ചാൻസ് ഉണ്ട് ഗൂലി വരാനുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ കാര്യം ഞാൻ പറയേണ്ടായാലും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഫോളോ ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആരും ഫോളോ ചെയ്യുന്നില്ല. സോ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാഗ്രാമെങ്കിലും മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോ ഇടുന്ന കാര്യവും അങ്ങനെയുള്ള അത് നിങ്ങൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ സ്റ്റോറിക്കകത്ത് കാണും ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അത് പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ മാക്സിമം കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമൊക്കെ. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.